ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാണ് കുറച്ചു മുമ്പ് ഒരു പോസ്റ്റർ ഇട്ടത്. മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കുട്ടികളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിനെ ഏറ്റവും മോശമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മയക്കുമരുന്ന്. മദ്യത്തെക്കാളും പുകവലിയേക്കാളും കൂടുതൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ശരിക്കും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ മയക്കുമരുന്നുകളുടെ അതിപ്രസരം. നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട് ഇല്ലേ? നമ്മളിപ്പോ വാട്സപ്പ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, ഓൺലൈൻ നമുക്ക് ന്യൂസിലായാലും ശരി, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയാനകത നിറഞ്ഞ വാർത്തകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അമ്മ വീട്ടിലെ മകൻ അമ്മയെ തലക്കടിച്ചു കൊലപ്പെടുത്തി, അല്ലെങ്കിൽ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിമോട്ടിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് ചേട്ടൻ അനിയനെ കുത്തിക്കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ഇതേ പറഞ്ഞ പോലെ വളരെ സില്ലി എന്ന് തോന്നുന്ന, നമുക്ക് പലപ്പോഴും തോന്നും ഈ ഒരു കാര്യത്തിന്റെ പേരിലൊക്കെ, ഈ ഒരു കാരണം കൊണ്ടൊക്കെ ഒരാളെ കൊല്ലാൻ പറ്റുമോ? അത് ആരുമല്ല, നമ്മുടെ വീട്ടിലെ നമ്മുടെ അച്ഛനെ, അമ്മയെ, മകനെ, മകളെ, ചേട്ടനെ, ചേച്ചിയെ, അങ്ങനെ ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധുക്കളെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് ഇത്തരത്തിൽ കൊലപാതകം ചെയ്യുക എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇന്ന് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ മനുഷ്യന്മാരാണ് ഇവർക്കൊക്കെ മനുഷ്യത്വം ഉണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറത്ത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അച്ഛനെയും അമ്മയും ചേട്ടനെയും ചേച്ചിയും മകനെയും മകളെയൊക്കെ കൊലപ്പെടുത്താൻ സാധിക്കുന്നത്? ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മൾ പലപ്പോഴും സ്വയം ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ, ഈ വാർത്തകളുടെ ഒക്കെ വായിച്ചു വരുമ്പോ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം, ഈ പ്രതി മയക്കുമരുന്നിന് അടിമയാണെന്ന് സംശയിക്കുന്നു എന്നുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഗതിക്ക് ഇങ്ങനെ നമ്മളെ മനുഷ്യനല്ലാതെ ആക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ മയക്കുമരുന്ന് നമ്മുടെ കുട്ടികളുടെ തലച്ചോറിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുടെ തലച്ചോറിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് അവർക്ക് മനുഷ്യത്വമില്ലാതെ, ഇത്തരത്തിൽ ഒരറപ്പുമില്ലാതെ ഇങ്ങനെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നത്? ആക്ച്വലി ഞാൻ ഇത് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ശ്യാം കൃഷ്ണൻ, അദ്ദേഹം ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാൻ ഇടയായി. വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. അപ്പൊ അതിൽ വളരെ വിസ്തരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് എന്താണ് നമ്മുടെ തലച്ചോറിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബേസിസിലാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ആ ഒരു കാര്യം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. നോക്കൂ, നമ്മുടെ തലച്ചോറിൽ നമുക്ക് പണ്ട് നമ്മൾ തലച്ചോറ് വരച്ചതൊക്കെ ഓർമ്മയില്ലേ? നമുക്ക് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഗതികളും നമ്മുടെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട് നമ്മുടെ തലച്ചോറിൽ. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കാണാനൊരു അവയവമൊന്നുമല്ല, പക്ഷെ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലെ ഒരു സ്പേസ് ആണ് ലിംബിക് സിസ്റ്റം. ഇതിനെ റിവാർഡ് സിസ്റ്റം എന്നും പറയും. എന്തിനാണ് ഈ ലിംബിക് സിസ്റ്റം? നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളില് കാഴ്ചയ്ക്ക് ഒരു ഭാഗമുണ്ട്, കേൾവിക്ക് ഒരു ഭാഗമുണ്ട്, നമ്മൾ കൈ അനക്കുന്നതിന് ഒരു ഭാഗമുണ്ട്, നമുക്ക് സംസാരിക്കാൻ ഒരു ഭാഗമുണ്ട്. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, അല്ലെ? നമ്മുടെ ഇമോഷൻസ് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലാണ്. നമ്മൾ ചെയ്യുന്ന കൈയും കാലും കൊണ്ടും ചെയ്യുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തലച്ചോറാണ്. അപ്പൊ ഈ ലിംബിക് സിസ്റ്റത്തിന്റെ എന്താണ് അതിന്റെ ഉത്തരവാദിത്തം? നമ്മുടെ തലച്ചോറിന്റെ സന്തോഷവും സങ്കടവും കൺട്രോൾ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ പറയുന്ന ലിംബിക് സിസ്റ്റം ആണ്. എന്താണ് ഈ ലിംബിക് സിസ്റ്റം? എന്തുകൊണ്ടാണ് ഇതിനെ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ഈ ലിംബിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിന്റെ ഉത്തരവാദിത്തം എന്താണെന്നറിയോ? ഇപ്പൊ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പോ വീട്ടിലെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വീട്ടിലെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു, വീട്ടിലെല്ലാവരും അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമ്മളിപ്പോ ഓണം വരികയാണ്, ഓണക്കോടി വാങ്ങി നമ്മൾക്ക് വീട്ടിലെല്ലാവർക്കും ആ ഓണക്കോടി എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് സന്തോഷം, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ലിംബിക് സിസ്റ്റത്തിലെ ഡോപ്പമിന്റെ ലെവൽ ഇങ്ങനെ കുത്തനെ അങ്ങ് കൂടും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് സന്തോഷം തോന്നും, നമുക്കൊരു ഫീൽ ഗുഡ് തോന്നും, ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് തോന്നും. അതേ പറഞ്ഞ പോലെ തന്നെ നേരെ തിരിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ, ഇപ്പൊ വീട്ടിൽ നിന്ന് നമുക്ക് 2 ചീട്ട് കിട്ടും, അല്ലെങ്കിൽ 2 തല്ലു കൊണ്ടു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മളെ കളിയാക്കി. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ ഡോപ്പമീന്റെ ലെവൽ ഇങ്ങനെ അങ്ങ് കുറയും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നമുക്ക് അത്ര സുഖം തോന്നില്ല, നമുക്ക് ആകെ ഒരു ഡിപ്രഷൻ, നമുക്ക് ആകെ ഒരു ദേഷ്യം, അപ്പൊ ഒരു നോട്ട്സ് ഓഫ് ഗുഡ് ഫീലിംഗ് വരും. അതായത് നമുക്ക് സന്തോഷമില്ലാത്ത, ഇപ്പൊ നമുക്ക് ആരെങ്കിലും കളിയാക്കാൻ ഇഷ്ടമാണോ? നമ്മളെ ആരെങ്കിലും ബുള്ളി ചെയ്യുന്നത് ഇഷ്ടമാണോ? അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ശിക്ഷിക്കുന്നത് ഇഷ്ടമാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇഷ്ടമില്ലായ്മ, ഇഷ്ടക്കുറവ്, സന്തോഷമില്ലായ്മയൊക്കെ ഉണ്ടാക്കുന്നതും ആരാണ്? ഈ ഡോപ്പമിൻ കുറയുന്നതിന്റെ ഫലമായിട്ടാണ് ലിംബിക് സിസ്റ്റം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, നമുക്ക് എന്താ സന്തോഷം തോന്നുന്നത്? നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നിപ്പിക്കേണ്ട സന്ദർഭങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡോപ്പമിന്റെ ലെവൽ കൂടുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ വീട്ടിൽ അടികൂടി, നമ്മുടെ ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടു, നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയായിട്ട് നമ്മളൊന്ന് അടികൂടി, ഇതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് സങ്കടം വരുന്നതും ഇങ്ങനെ ഈ ലിംബിക് സിസ്റ്റത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നറിയോ? മയക്കുമരുന്ന് ആകെ തകരാറിലാക്കുന്നത് നമ്മുടെ ഈ ലിംബിക് സിസ്റ്റത്തെയാണ്. എന്താണ് ഇത് ലിംബിക് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത്? ഈ ഡോപ്പമിൻ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഡോപ്പമിൻ ഇങ്ങനെ അതിന്റെ സർജ് ഉണ്ടാവും, അതായത് ഡോപ്പമിന്റെ ലെവൽ ലിംബിക് സിസ്റ്റത്തിൽ കൂടും. അപ്പോഴാണ് നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഫീലിംഗ് വരിക. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കൃത്രിമമായിട്ട് തന്നെ ഈ ഡോപ്പമിന്റെ ലെവല് ഒറ്റയടിക്ക് അങ്ങ് കൂടും, ഒരൊറ്റ സർജ് അങ്ങ് വരും കൃത്രിമമായിട്ട്. ഓക്കെ, ഈ മയക്കുമരുന്ന് കൃത്രിമമായിട്ട് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ ഡോപ്പമിന്റെ ലെവലിനെ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്കൊരു സന്തോഷം, നമുക്കൊരു ഫീൽ ഗുഡ്, നമ്മളിങ്ങനെ എന്തോ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ, നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ മയക്കുമരുന്ന് നമ്മളെ കളിപ്പിക്കുന്ന പോലെ, ലിംബിക് സിസ്റ്റത്തിനെ കളിപ്പിക്കുന്ന പോലെ, പറ്റിക്കുന്ന പോലെ ഈ ഡോപ്പമീന്റെ ലെവലിൽ ഒരു സർജ് ഉണ്ടാക്കി നമുക്കൊരു ഫീൽ ഗുഡ് ഫീലിംഗ് കൃത്രിമമായിട്ട് ഉണ്ടാക്കി തരും. ഓക്കെ, അങ്ങനെ കുറച്ചു കാലം നമ്മൾ ഈ സംഭവം നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെ ഡോപ്പമിൻ സർജ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാന്നറിയോ? ശരിക്കും നമുക്ക് സന്തോഷം തോന്നേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോപ്പമിൻ വർക്ക് ചെയ്യില്ല. അതായത് ഏത് സമയത്തും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പൊ വീട്ടിലൊരു സന്തോഷമുള്ള സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടാകുമ്പോൾ ശരിക്കും ഡോപ്പമിൻ സർജ് ചെയ്യേണ്ട സമയത്ത് ഡോപ്പമിൻ റെസ്പോണ്ട് ചെയ്യില്ല. അതേപോലെ തന്നെ നമുക്ക് സങ്കടം വരേണ്ട സമയത്ത്, ഡോപ്പമിൻ കുറഞ്ഞിരിക്കേണ്ട സമയത്ത് ഡോപ്പമിൻ കുറയൂല. അതായത് നാച്ചുറലായി നമുക്ക് സന്തോഷം തോന്നേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഡോപ്പമിനിൽ നാച്ചുറലായിട്ട് ഉണ്ടാവേണ്ട കൂടുതലും കുറവും ഉണ്ടാവില്ല. അതിനെ അങ്ങ് ഈ മയക്കുമരുന്ന് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യും, നശിപ്പിക്കും. അതിനു പകരം മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മാത്രം ഡോപ്പമിന്റെ ലെവൽ കൂടുതലും, അത് ഉപയോഗിക്കാത്ത സമയത്ത് ഡോപ്പമിൻ കുറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. ഓക്കെ, അപ്പോ എന്താണ് അതിന്റെ പരിണിത ഫലം? നമ്മുടെ വീട്ടിലുണ്ടാവുന്ന, നമ്മളെ സന്തോഷിപ്പിക്കേണ്ട പല സംഗതികളും നമുക്ക് സന്തോഷം തരില്ല. അതിനേക്കാൾ അപകടം എന്താണെന്നറിയോ? നമുക്ക് ശരിക്കും സങ്കടം തോന്നേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് സങ്കടവും തോന്നില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനെയോ അമ്മയോ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, നമ്മള് സ്വബോധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നും, അല്ലെ? നമുക്ക് സങ്കടം വരും. പക്ഷെ ഈ മയക്കുമരുന്നിന് അടിമയായ ആളുകൾ ഇത് ചെയ്യുമ്പോ എന്താ ഉണ്ടാവുക? അവർക്ക് ഇങ്ങനെ ഒരു സങ്കടം ഫീലിംഗ് അവർക്ക് വരില്ല. അത് അവരുടെ കുറ്റമല്ല. കാരണം അവരുടെ ലിംബിക് സിസ്റ്റത്തിനെ ഈ പറയുന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകൾ നശിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് സന്തോഷവും, നാച്ചുറലായി വരേണ്ട സന്തോഷവും നാച്ചുറലായി വരേണ്ട സങ്കടവും അവർക്ക് ഫീൽ ചെയ്യില്ല. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? അവർക്ക് ഒന്നിനോടും ആകെ ഒരു വിരക്തിയായിരിക്കും. വീട്ടിലെ ആളുകളോട് സ്നേഹം ഉണ്ടാവില്ല. അവര് നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ അതിന് തിരിച്ച് സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അതിനോട് അവർക്ക് ഒരു തരത്തിലും ആകെ മൊത്തൊരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള വിരക്തിയോട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അവർക്ക് സന്തോഷം കിട്ടുന്നത് എപ്പോഴാണ്? ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ. അത് കിട്ടാതെ ആവുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല സിനിമകളിലൊക്കെ കാണിക്കാറില്ലേ, ആ വിഡ്രോവൽ, അത് കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഡോപ്പമിന്റെ അളവ് വളരെ കുറഞ്ഞു പോകും. അപ്പൊ അവരെന്തായിരിക്കും? അവർ വളരെ ഇറിറ്റബിൾ ആയിരിക്കും, അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അത് കിട്ടുന്നത് വരെ, ആ ഡോപ്പമിന്റെ അളവ് കൂടുന്നത് വരെ അവർ ഭയങ്കരമായി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഇതിന്റെ ഫലമായിട്ടാണ് അവർക്ക് എന്താണ്, ഒരു റിമോട്ട് കിട്ടാത്തൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവർക്ക് ഉണ്ടാവില്ല. അവർ പെട്ടെന്ന് തന്നെ വളരെ വയലന്റ് ആയി ബിഹേവ് ചെയ്യും. അവർക്ക് അപ്പുറത്തിരിക്കുന്നത് സ്വന്തം അമ്മയാണ്, സ്വന്തം അച്ഛനാണ്, സ്വന്തം സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ളൊരു ബോധം അവരുടെ തലയിൽ ഉണ്ടാവില്ല. അവരെ ആക്രമിക്കും. അപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പോലും, പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, തിരുവനന്തപുരത്ത് ഒരു കൂട്ടക്കൊല നടന്നു. ഒരു ആള്, എനിക്ക് അയാളുടെ പേര് ഓർമ്മയില്ല, വീട്ടിലെ അച്ഛനെയും അമ്മയൊക്കെ കൊന്ന് കുറെ കഴിഞ്ഞിട്ടാണത് പോലീസ് കണ്ടുപിടിക്കുന്നത്. അയാൾ ആ വീട്ടിൽ ആ ശവശരീരങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുമ്പോൾ ഹി വാസ് ജസ്റ്റ് ലോഫിങ്. അയാൾ ജസ്റ്റ് ചിരിക്കുകയായിരുന്നു. അതായത് താൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ, അല്ലെങ്കിൽ താൻ സ്വന്തം അച്ഛനെയും അമ്മയും, എനിക്ക് തോന്നുന്നു സഹോദരിയെയും കൊന്നു തോന്നുന്നുണ്ട്, താൻ അവരെ കൊലപാതകം ചെയ്തു, താൻ കാരണം അവർ മരിച്ചു എന്നുള്ളൊരു ആ ഫാക്ട് പോലും ആ മനുഷ്യന്, കാരണം അദ്ദേഹം മയക്കുമരുന്നിന് കംപ്ലീറ്റ് ആയി അടിമപ്പെട്ടിരുന്നു. ആ ചിരിച്ചുകൊണ്ടാണ് ആ പോലീസ് ജീപ്പിലേക്ക്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ആ ഒരു സത്യം ഉൾക്കൊള്ളാനുള്ള ബോധം പോലും ആ തലച്ചോറിന് ഉണ്ടായിരുന്നില്ല.
അപ്പൊ ഇതാണ് ഈ ലിംബിക് സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നശിപ്പിക്കലാണ് മയക്കുമരുന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒരു മനുഷ്യനെ മൃഗമാക്കി തീർക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു ടോക്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കുക. എനിക്ക് ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത്. പലപ്പോഴും പല കൗതുകങ്ങളുടെ പുറത്ത് ഉപയോഗിച്ച് തുടങ്ങുന്നതാണിത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാവും, നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യും. പക്ഷേ ആ സന്തോഷം അത് കൃത്രിമമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ പിന്നെയുള്ള നിങ്ങളുടെ എന്നത്തെയും സന്തോഷത്തിനെ നശിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി ദയവ് ചെയ്തിട്ട് ആ ഒരു ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു കൗതുകം അത് ചെറുപ്പക്കാർക്ക് വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചെറുപ്പക്കാരോട് ഒരു കാരണവശാലും ഇതിനെ തലവെച്ച് കൊടുക്കരുത്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിനെ നശിപ്പിക്കും. അതുപോലെ തന്നെ ഓരോ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവ വ്യതിയാനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു കൗൺസിലിങ്ങിന് വിധേയരാക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അതായത് വളരെ ഒബീഡിയന്റ് ആയിട്ട് വളരെ സ്നേഹത്തോടു കൂടിയിരിക്കുന്ന മക്കള് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിലുള്ള ചേഞ്ച് പലപ്പോഴും അച്ഛനമ്മമാർ മനസ്സിലാക്കാൻ വൈകിപ്പോവും. അവർ ഇത്തരത്തിൽ വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, നമ്മളോട് വളരെ ഇൻഡിഫറന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അവർക്ക് സ്നേഹവും ദുഃഖവും ഒന്നും ഫീൽ ചെയ്യാത്ത പോലെ, ഇൻസെൻസിറ്റീവ് ആയ പോലെ, അവർക്ക് ഇതൊന്നും ഫീൽ ചെയ്യാത്ത പോലെ ബിഹേവ് ചെയ്യുന്നു. ഇതൊക്കെ തോന്നുമ്പോൾ ചിലപ്പോ അവരിങ്ങനെയുള്ള പല മരുന്നുകൾക്കും അടിമപ്പെട്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ വലുതൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിപ്പോ നിങ്ങളുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും മക്കളായിരിക്കാം, അത് അവരെ അറിയിച്ച് പെട്ടെന്ന് ആ ഒരു സമയത്ത് തന്നെ അതിന് വേണ്ട ഒരു വൈദ്യ ചികിത്സ, സഹായം, കൗൺസിലിംഗ് അതെല്ലാം കൊടുക്കാൻ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ലക്ഷണം എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. ഇത് മാക്സിമം അച്ഛനമ്മമാരിലേക്കും മാക്സിമം സമൂഹത്തിലേക്കും ചെറുപ്പക്കാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത്, അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ എങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം, മാക്സിമം പേരിലേക്ക് എത്തിക്കുക. അല്ലാതെ ഇതെന്താ മനുഷ്യത്വമില്ലാതെ പോയ മൃഗമായോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് അവർ സ്വബോധത്തോടു കൂടി ചെയ്യുന്നതല്ല, ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അവരുപയോഗിക്കുന്ന ഈ തരത്തിലുള്ള പല തരത്തിലുള്ള വിഷയങ്ങളും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെയധികം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സാമൂഹികമായിട്ട് ഒരു റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരിലേക്കും മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.